പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് കാർഡമം പ്ലാന്ററിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ലേബർ ഷോർട്ടേജ്, അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ പൊതുവായി നമുക്ക് എങ്ങനെ നേരിടാം, എന്തെല്ലാം മുൻകരുതലുകളാണ് കർഷകർ ഇതിന് എടുക്കേണ്ടത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഈ രംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ടോണി നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ടോണിയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ശ്രീ ടോണി, നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കർഷകരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യരാൽ കഴിയുന്ന എന്ത് തരത്തിലുള്ള പ്രിക്വേഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നത്? മനുഷ്യരാൽ കഴിയുന്നതെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും? നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം, പണ്ട് നമ്മുടെ ഹൈ റേഞ്ചിൽ ഏത് സമയത്ത് വന്നാലും വളരെയധികം ചാറ്റൽ മഴ, അതായത് വളരെ ശക്തമായ മഴയല്ല, ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് നമ്മുടെ ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്, എപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നത്. എന്നാൽ സാഹചര്യം മാറി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം. നമ്മൾ മഴയുടെ അളവ് നോക്കുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ലഭിക്കുന്ന മഴ ഒരു സമയത്ത് അതിശക്തമായിട്ട് തീവ്ര മഴയായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ മഴ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 ദിവസം വെയിൽ തെളിയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെയിൽ അതികഠിനമായിട്ടുള്ള വെയിലായിരിക്കും. വെയിലിൻ്റെ ചൂട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മഴയ്ക്ക് ശേഷം അതിശക്തമായ വെയിലൂടെ അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് ചെടിക്ക് അത് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും. അങ്ങനെ ക്ഷീണം ഉണ്ടാക്കുമ്പം പൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും, അഴുകൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഈ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം ഏലകൃഷിയെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ രീതിയിൽ വലിയൊരു മാറ്റം കാലാവസ്ഥയിൽ സംഭവിച്ചിരിക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ കൂടി നമ്മുടെ ഈ ടെക്നോളജികളൊക്കെ വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മുൻകൂട്ടി ഈ കാലാവസ്ഥയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് അടുത്ത ദിവസങ്ങളിൽ എന്താണ്, മഴയാണോ വെയിലാണോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അപ്പോൾ ഈ മുൻകൂട്ടി നമ്മൾ കാലാവസ്ഥ പഠിച്ചതിന് ശേഷം അതിന് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഇപ്പോൾ കീടനാശിനി തളിക്കേണ്ട തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ കീടനാശിനി എപ്പോൾ തളിക്കണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. കുമിൾനാശിനികൾ കൊടുക്കുവാനുണ്ടെങ്കിൽ കുമിൾനാശിനികൾ എപ്പോൾ തളിക്കണം, അല്ലെങ്കിൽ വളം എപ്പോൾ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ നോക്കി, ഒരു 90% വരെയൊക്കെ പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ നോക്കി നമ്മുടെ കൃഷി പ്ലാൻ ചെയ്യുക. ഇതാണ് ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടൊരു പ്രശ്നമാണ് അതിശക്തമായിട്ടുള്ള കാറ്റ്. അപ്പോൾ ഈ കാറ്റ് അടിക്കുന്ന സമയത്ത് ഈ വളരെ പൊക്കം കൂടിയ ചെടികളാണ് കൂടുതലായിട്ട് ഒടിഞ്ഞു കാണുന്നത്. പൊക്കം കുറഞ്ഞ ചെടികൾ ഒടിയുന്നുണ്ട് എങ്കിൽ കൂടി പൊക്കം കൂടിയ ചെടികളാണ് കൂടുതലായിട്ട് ഒടിഞ്ഞു കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ നൈട്രജൻ പോലുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നു, അതുപോലെ കാൽസ്യത്തിൻ്റെ ഉപയോഗം കുറയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെടികളുടെ നാരുകട്ടി കുറയുകയും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ചെടികളൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് ഒടിയുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ചെടികൾക്ക് കൂടുതൽ പൊക്കം വെച്ച് പോകാതിരിക്കാൻ വേണ്ടി നൈട്രജൻ വളങ്ങൾ നമ്മൾ പരമാവധി കുറയ്ക്കുക, കൊടുക്കണം, എന്നാലും അധികമായി കൊടുത്ത് ചെടികളെ വളർത്തി വിടാതിരിക്കുക. അതുപോലെ തന്നെ കാൽസ്യവും ആവശ്യമായ സമയങ്ങളിൽ കൊടുക്കുക ചെടികൾക്ക്. അപ്പോൾ ടോണി, അടുത്തതായിട്ട് എനിക്ക് ഒരു സംശയമുള്ളത്, കാലാവസ്ഥ പോലെ തന്നെ നമ്മളെ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അഗ്രോ ഇൻപുട്ടുകളുടെ വിലക്കയറ്റം. അതുപോലെ തന്നെ ലേബർ കോസ്റ്റുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ തന്നെ കൂട്ടാറ് ഭാഗത്തുള്ളൊരു കർഷകൻ നമ്മളെ വിളിച്ചിട്ട് അവിടെയെങ്കിലും കായെടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റുകളൊക്കെ ഇടുകയുണ്ടായി. ഇതിൽ നിന്നും സാധാരണ കർഷകർ ഭയങ്കരമായൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു സംഗതി. ഇതിനകത്ത് നമുക്ക് എന്തൊരു പ്രതിവിധിയാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്? ഇപ്പം നമുക്കറിയാം, ഈ ചിലവുകൾ ഓരോ കൊല്ലം കഴിയുമ്പോഴും കൃഷിയെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് ചിലവുകളാണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നമുക്ക് കുറയുന്നൊരു സാഹചര്യമില്ല. അപ്പം നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ അവരുടെ കൃഷിയിലൊരു പ്ലാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം ഞാൻ ഈ കൃഷിയിൽ ഏതൊക്കെ രീതിയിലായിരിക്കും വളം കൊടുക്കാൻ പോകുന്നത്, അല്ലെ
കീടനാശിനികൾ എങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊരു പ്ലാൻ നേരത്തെ തന്നെ, ഒരു കൊല്ലത്തേക്കിനുള്ള പ്ലാന്. ഇപ്പോൾ പ്ലാനിൽ വ്യത്യാസം വരാം, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ പ്ലാന് വ്യത്യാസം വരാം. എന്നാലും ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അമിതമായിട്ടുള്ള വളപ്രയോഗവും കുമിൾനാശിനികളുടെ ഉപയോഗവും എല്ലാം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കർഷകൻ വന്ന് പുള്ളി ഒരു 50 റൗണ്ട് കീടനാശിനി, കുമിൾനാശിനി, വളങ്ങൾ അങ്ങനെ 50 റൗണ്ട് സ്പ്രേ ആയിട്ടും ഡ്രഞ്ചിങ് ആയിട്ടും ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് വെച്ച് നോക്കുമ്പോൾ ഈ 50 റൗണ്ട് പോയതിൻ്റെ യാതൊരു മെച്ചവും കിട്ടിയിട്ടില്ല. നമ്മൾ ഈ 50 റൗണ്ട് എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 3.5 മുതൽ 4 ലക്ഷം രൂപയുള്ള ഒരേക്കർ സ്ഥലത്ത് ഈ വളങ്ങൾക്കും കീടനാശിനികൾക്കും കുമിൾനാശിനികൾക്കും ഒക്കെ ആയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വലിയ ചിലവാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ കൂടെ പോയിരുന്നെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയാൽ ഒരു 1.5 ലക്ഷം രൂപയായി തീരേണ്ടതാണ്. ആ ചിലവാണ് 3.5 ലക്ഷം രൂപയിലേക്ക് പോയത്. ഇപ്പൊ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചിലപ്പോൾ കുമിൾനാശിനി കൊടുത്തിട്ട് ചിലപ്പോൾ 15 ദിവസം ആയിട്ടുള്ളതായിരിക്കും, അപ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത കുമിൾനാശിനി കൊടുക്കുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്താതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആദായം ലഭിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ചെലവുകളും വളരെയധികം കൂടിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ ലേബർ കോസ്റ്റിന്റെ കാര്യം പറയുമ്പം പണ്ടത്തെ പോലെ നമുക്ക് വളരെ അധികമായിട്ടൊന്നും ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുകയില്ല. എങ്കിലും നമ്മുടെ തോട്ടത്തെ സംബന്ധിച്ചൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കലക്കി ഊറ്റുന്നതിനൊക്കെ പ്രത്യേകമായിട്ട് ടാങ്കുകളും അതുപോലെ തന്നെ മോട്ടറുകളും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നവർക്ക് ആ രീതിയിലുള്ള ലേബർ കോസ്റ്റ് ചിലപ്പം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ പല തോട്ടങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില മെത്തേഡുകളിൽ കൂടെ മാത്രമേ നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു പ്രധാന പ്രശ്നമായിട്ട് കർഷകർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും എമൗണ്ട് മുടക്കി ഇത്രയധികം വളങ്ങളെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷവും ഈ വർഷം വ്യാപകമായിട്ട് ഒത്തിരി കർഷകർ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കാപൊഴിയുന്നൊരു കാര്യമാണ്. വ്യാപകമായിട്ടുള്ള ഈ കാപൊഴിച്ചിൽ തടയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം ഈ കാലാവസ്ഥാ വ്യതിയാനമാണ്. അതായത് ഒരു 4 ദിവസം മഴ പെയ്യുന്നു, അതിനുശേഷം ശക്തമായ വെയിലടിക്കുന്നു. അതൊരു വലിയ കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ തോട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേനീച്ചയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പണ്ട് നമ്മളിപ്പോൾ ഒരു ഏക്കർ സ്ഥലത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 തേനീച്ച കൂട് സ്വാഭാവികമായിട്ട് തന്നെ അവിടെ കാണും. എന്നാൽ ഇപ്പം നമ്മളൊരു 10 ഏക്കർ തോട്ടത്തിൽ പോയാൽ പോലും നമുക്ക് വിരലിൽ എണ്ണാവുന്ന തേനീച്ച കൂടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം തേനീച്ച ചെയ്യേണ്ട ജോലി ഏതായാലും നമുക്ക് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ തേനീച്ചയുടെ എണ്ണം കുറഞ്ഞത് ഇത് വളരെ കാര്യമായിട്ട് തന്നെ കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാപ്പൊഴിച്ചിൽ ഉണ്ടാകുമ്പം നമ്മൾ സാധാരണഗതിയിൽ വേരിന്റെ കംപ്ലൈന്റ് നമ്മൾ പറയും. അപ്പം നമ്മൾ നിമറ്റോഡിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നിമറ്റിസൈഡ്സ് നമ്മൾ ഒഴിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേരുപുഴുവിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒഴിപ്പിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത് വന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നിമറ്റോഡും ഇതിനേക്കാൾ കൂടുതൽ വേരുപുഴുവും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇത്രയും പൊഴിച്ചിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തോട്ടങ്ങളിലില്ലായിരുന്നു. അപ്പം ഞാനൊരു ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വളരെയധികം നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെടി വളരെയധികം ഇൻഫെക്റ്റഡ് ആണ്. ചെടിക്ക് വേരില്ല, വേര് നിമറ്റോഡ്, ഫിസേറിയം, വേരുപുഴു എല്ലാം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചെടിയിൽ കൃത്യമായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സാഹചര്യം മാറി. ഈ നമ്മുടെ സ്ഥലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അണക്കരയിലാണ്. ഇപ്പം അണക്കരയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അണക്കരയിൽ തരിശു ഭൂമികളൊന്നുമില്ല, എല്ലാ ഏലത്തോട്ടങ്ങളായിട്ടും മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഏലത്തോട്ടങ്ങളും കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. അപ്പൊ ഈ കുറയുന്ന സമയത്ത് ഇത് തേനീച്ചയുടെ ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വനം പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലുള്ള ഒരു ഡ്രോപ്പിംഗ് കാണുന്നില്ല. അത് ഈ സിറ്റികളായിട്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടമായിട്ട് താമസിച്ച് ഏലകൃഷി മാത്രമുള്ള മേഖലകളിലാണ് ഈ പറയുന്ന രീതിയിൽ ഒരു ശക്തമായ പൊഴിച്ചിൽ നമ്മൾ കാണുന്നത്. അപ്പൊ തേനീച്ചയുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു തരത്തിലൊരു ശക്തമായ ഒരു പൊഴിച്ചിലോട്ട് കാര്യങ്ങൾ പോയത് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. അത് സത്യമാകണമെന്നില്ല, എന്നാലും നമുക്ക് മറ്റ് സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, അതായത് കൃത്യമായിട്ട് ഈ വേരുപുഴുവിനെയും കൺട്രോൾ ചെയ്ത് നിമറ്റോഡിനെയും കൺട്രോൾ ചെയ്ത് വളപ്രയോഗവും എല്ലാം കൃത്യമായിട്ട് നടത്തിയിട്ടും ചെടിയിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഫാക്ടർ, അതായത് തോട്ടങ്ങളിൽ ഇറങ്ങി നോക്കുമ്പോൾ തേനീച്ചയില്ല. ഇനി മറ്റൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോട്ടങ്ങളിൽ തേനീച്ച പെട്ടികളുണ്ട്, എന്നാൽ ആ തോട്ടത്തിൽ പിടിക്കുന്നില്ല.
അങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമുക്ക് പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടങ്ങളിൽ തേനീച്ച എവിടെയോ പോകുന്നുണ്ട്, അത് മറ്റു തോട്ടങ്ങളിൽ പോയി പരാഗണം നടത്തുവാണ്. ഈ തോട്ടത്തിൽ, അതായത് ഇതിന്റെ തൊട്ടടുത്ത ചെടികളിൽ നിന്നും ഒരു തേൻ എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ തോട്ടങ്ങളിൽ കൂടി നടക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ തേനീച്ച നമ്മുടെ പറമ്പിലോട്ട് ആകർഷിക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസ്, ഒരു ലിറ്റർ ഒരു 1 കിലോ പൈനാപ്പിൾ ഒരു 200 ലിറ്റർ വെള്ളത്തിനെന്നുള്ള രീതിയിൽ ജ്യൂസാക്കി നമ്മളൊന്ന് ചെടികൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് വെച്ച് നമ്മുടെ തേനീച്ച നമ്മുടെ തോട്ടങ്ങളിലോട്ട് ആകർഷിക്കുക. അതായത് തേനീച്ച പോകുന്ന ഒരു റൂട്ടാണെങ്കിൽ ആ റൂട്ടിൽ തന്നെയാണ് തേനീച്ച സഞ്ചരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ തോട്ടത്തിലാണ് പെട്ടി വെച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ തോട്ടത്തിൽ കാ സെറ്റ് ആകണമെന്ന് നിർബന്ധമാക്കില്ല. അപ്പൊ തോട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്? നമ്മുടെ ഈ കൃഷിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു കർഷകന് പരിഹരിക്കാൻ പറ്റുന്നത് പോലെ മറ്റാർക്കും പരിഹരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൃഷി ഓഫീസർ ആണെങ്കിലും നമ്മുടെ തോട്ടവുമായിട്ട് ഒരു കർഷകനുള്ളത്രയും ബന്ധം എന്തായാലും മറ്റൊരാൾക്കും വരാൻ സാധ്യതയില്ല. അപ്പോൾ സ്വന്തം തോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊഴിച്ചിലുണ്ടാകുന്നതെന്ന് ഒരു കർഷകന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പോലെ വേറെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ കർഷകരും ശാസ്ത്രജ്ഞരായി മാറുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ തോട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളായി തന്നെ കണ്ടുപിടിക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തോട്ടങ്ങൾ നന്നായി വരിക. ഇപ്പം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരോട് ചോദിക്കാം. പക്ഷേ തോട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു കർഷകന് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോലെ മറ്റാർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് അതിൽ നിന്ന് നമ്മൾ ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. ടോണി പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളാലും നിർദ്ദേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എന്ത് സഹായം വേണമെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നതാണ്. പലരും മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുകയുണ്ടായി. അപ്പോൾ മെസ്സേജ് അയച്ച് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നോർമൽ കോളായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ സൈനിങ് ഓഫ് ഫ്രം കടമ്പം പ്ലാന്റർ ഇടുക്കി.